കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള നല്ലൊരു ഹൊറർ കോമഡി ജോണർ മൂവിയാണ് സു ഫ്രം സോ അഥവാ സുലോചന ഫ്രം സോമേശ്വരം എന്ന് പറഞ്ഞ സിനിമ. ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു മൂവി എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഗംഭീരം എന്നുള്ളൊരു അവകാശവാദം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും വളരെ നല്ലൊരു മൂവി, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം എന്നുള്ളൊരു ഫീലാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മേ ബി ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് അനുഭവപ്പെടാം. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമഡി സിനിമ ആയതുകൊണ്ട് തന്നെ കൂടെ കാണുന്ന പ്രേക്ഷകരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ കാണുന്ന ആളുകളും ഒക്കെ അനുസരിച്ചിട്ടാണ് ഒരു കോമഡി സിനിമ വർക്ക് ആവാന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ പോയ തിയേറ്ററിൽ ആളുകൾ കുറവായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സിനിമ കണ്ടിരിക്കാവുന്ന നല്ലൊരു മൂവി എന്നുള്ളത് എനിക്കാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് മറ്റു പലർക്കും ഈ ഒരു സിനിമ ഗംഭീര ഒരു സിനിമയായിരിക്കും. ഇതൊരു കന്നഡ സിനിമയാണെന്ന് കരുതിയിട്ട് നമുക്ക് ഒരിക്കൽ പോലും ഇത് കന്നഡക്കാരുടെ സ്റ്റോറിയാണ് അല്ലെങ്കിൽ കന്നഡക്കാരുടെ സിനിമയാണ് എന്നൊരു ഫീല് തരാത്ത തരത്തിൽ അത്രയും കേരളത്തിലോട്ട് അല്ലെങ്കിൽ മലയാളികളോട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ലൊക്കേഷനും അല്ലെങ്കിൽ അതിന്റെ കാസ്റ്റുകൾ കൊണ്ടും ഓൾസോ ഇതിന്റെ ഡബിങ് വരെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചൊരു മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു യുവാവിന്റെ മേലെ ഒരു പ്രേതബാധ പിടികൂടുന്നു. സോ ആ ഒരു പ്രേതബാധയെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രാമം മൊത്തം ഒരുമിച്ച് നിൽക്കുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് മേക്ക് ചെയ്ത് കൊണ്ടെത്തിക്കുന്ന ആ ഒരു പോയിന്റും അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ കണക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഗുഡ് പരിപാടികളൊക്കെ ഗംഭീരമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി കാസ്റ്റും സൂപ്പർബായിരുന്നു. ഒരു ഗ്രാമത്തിലെ ചെറിയൊരു റോളിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും അത്രയധികം നമ്മളെ നോട്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കാത്ത തരത്തിലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈച്ച് ആൻഡ് എവറി കാസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. JP തുമ്മിനാടാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹമാണ് ഈ ഒരു സിനിമയിൽ ഒരു ലീഡ് വേഷം ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. രാജ്ബി ഷെട്ടിയും ഈ ഒരു സിനിമയിൽ ഒരു ക്യാമിയോ വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ ഒരു സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. സോ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഹൊറർ കോമഡി പ്ലസ് ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് സു ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.